കർഷകന്റെ കണ്ണാണത്രേ കൃഷിക്ക് വളം. അത് കാരണം കൊണ്ട് രാവിലെ തന്നെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഭാഗ്യൻ. വാഴയുടെ കടയ്ക്ക് നിറച്ച് കന്നുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഓരോ വളം ചെയ്യുമ്പോൾ ഈ കന്നുകൾ ചെത്തിക്കളഞ്ഞിട്ട് വേണം നമ്മൾ വളം ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ കന്ന് വലുതായി വരും. നമ്മൾ ഫസ്റ്റ് വെച്ച വാഴയ്ക്ക് കൊലയ്ക്ക് അത് ക്ഷീണം ചെയ്യുമെന്നാണ് പറയാം. ആദ്യമായിട്ട് കൊലച്ച വാഴയാണ് ഈ തോട്ടത്തിൽ. നമ്മൾ ഈ 3000-ഓളം വാഴ വെച്ചാൽ ആദ്യത്തെ കൊലയാണത്. അങ്ങനെ ആദ്യ കൊലയും ഭൂമിയിലേക്ക് ഉതിർന്നു വീണന്റെ സന്തോഷത്തിൽ നമ്മൾ ഇവിടെ നിന്നും മടങ്ങാണ് കേട്ടോ. പോകുന്ന വഴിക്കാണ് ഒരു അയിനിച്ചക്ക കിട്ടിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് പൊളിച്ചു നോക്കിയപ്പോൾ ആകെ ഒരു കുരു ഉണ്ടായിരുന്നുള്ളൂ. ചക്കയ്ക്ക് പേരുദോഷം കേൾപ്പിക്കാനായിട്ട് ചക്കയുടെ ഒരു രൂപം ഉണ്ടായിരുന്നു, വേറെ എന്തൊക്കെയോ രുചി ഉണ്ടായിരുന്നു കേട്ടോ അതിന്. അങ്ങനെ നമ്മൾ നേരെ പോയത് മിമി മാമൂലിക്കാണ്. ഇത് എൻ്റെ കസിന്റെ കടയാണ് കേട്ടോ. നമ്മുടെ ചിത്തമ്മയുടെയും പ്രേവിച്ചേട്ടൻ്റെയും സ്വർഗം എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്നാണ് നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ടാണെന്നത്. ഇവിടെ സമുദ്രസദ്യ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ പോയതാണ് കേട്ടോ. അവിടെ സമുദ്രസദ്യ മാത്രമല്ല എല്ലാ ഐറ്റംസും കിട്ടും. നല്ല വിശാലമായ പാർക്കിങ്ങും അതോടൊപ്പം തന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ വൈബും ഹട്ടും ഒക്കെയുള്ള ഒരു അടിപൊളി ഹോട്ടലാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഞാവൽപ്പഴമൊക്കെ ചിത്തമ്മ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ട് നമ്മുടെ കടയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹരിത വെജിറ്റബിൾസ് കേട്ടോ. നമ്മുടെ മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിന്റെ നേരെ ഫ്രണ്ടിൽ കാണുന്ന വെജിറ്റബിൾ മാർക്കറ്റാണിത്. ഇത് നമ്മുടെ മറ്റൊരു വിശാലമായ മാർക്കറ്റാണ് കേട്ടോ. ഭാഗ്യനും രജിചേട്ടനും ഒരു മൂലയിൽ ഇരുന്ന് കണക്ക് എഴുതുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സെൽഫ് പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് മൊത്തത്തിൽ നമ്മുടെ കട ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ഷോപ്പിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ പറയില്ലേ, അച്ഛനമ്മേനെ അല്ലാത്ത എല്ലാം കിട്ടുന്നു. അതുപോലെ തന്നെ ഇവിടെ പച്ചക്കറി വെജിറ്റബിൾ ഐറ്റംസും ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇവിടം വരെ വന്നിട്ട് ഒന്ന് സ്വയം പ്രൊമോട്ട് ചെയ്യാതെ പോകാൻ പറ്റൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നമ്മുടെ സർവകലാശാലയിൽ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ വിത്തും തൈയും ഒന്നും ഉണ്ടായിരുന്നില്ല. കൊടും ചൂടത്ത് ഒരു ഷെയ്ക്ക് ആവാന്ന് വിചാരിച്ചു. അവിടെ നല്ല നമ്മുടെ കരിക്കും ഷെയ്ക്ക് കിട്ടും കേട്ടോ. പുല്ലിൻ്റെ അപ്പോ അങ്ങനെ എന്തൊക്കെയോ മേടിച്ച് കഴിച്ചായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്ന് ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി. ഇതാണ് എൻ്റെ സാറ് കേട്ടോ. സനീഷ് എന്നാണ് സാറിൻ്റെ പേര്. ഇന്നത്തത് വാട്ട ഈറ്റിൻ്റെ ഡേ എന്നുള്ളൊരു വ്ളോഗാവുന്നു തോന്നുന്നു. അവിടെ നിന്ന് ഭാഗ്യൻ പൈനാപ്പിൾ ബജി കഴിച്ചു കേട്ടോ. ഞാനൊരു ചായയെ ഒതുക്കി. നമ്മുടെ KSRTC ബസ് ചേട്ടൻ തകർത്ത ശക്തൻ തമ്പുരാൻ്റെ ആ ഒരു പ്രതിമ അവിടെ വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ.